ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ഹെയർ ഓയിൽ ഉണ്ടാക്കുന്ന വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങളെ കുട്ടിക്കാലം മുതൽ ഞങ്ങൾ അമ്മ ഉണ്ടാക്കി തരുന്ന ഒരു ഓയിലാണ്. ഞങ്ങളുടെ വീട്ടിലെ എല്ലാവരും ഈ ഒരു ഓയിലാണ് യൂസ് ചെയ്യുന്നത്. നല്ല അടിപൊളി റിസൾട്ട് കിട്ടുന്ന ഒരു ഓയിലാണിത്. എത്ര എണ്ണ മാറി മാറി തേച്ചിട്ടും മുടി വളരുന്നില്ല, അല്ലെങ്കിൽ മുടി കൊഴിച്ചിലുണ്ട്, താരൻ്റെ പ്രശ്നങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു എണ്ണ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. നല്ല അടിപൊളി റിസൾട്ടായിരിക്കും കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു എണ്ണ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ വീട്ടിൽ ഞങ്ങളിവിടെ എണ്ണ ഇന്ന് ഉണ്ടാക്കുകയായിരുന്നു. അപ്പോൾ അതാണ് ഞാൻ വീഡിയോ എടുത്തത്. അപ്പോൾ ഇതിന് ആദ്യം തന്നെ വേണ്ടത് അടുക്ക് ചെമ്പരത്തിയുടെ പൂവാണ്. നല്ല ചുമന്ന അടുക്ക് ചെമ്പരത്തിയിലെ അതിൻ്റെ പൂവാണ് വേണ്ടത്. അടുക്ക് ചെമ്പരത്തി കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ സാധാരണ ചെമ്പരത്തിയുടെ പൂവ് എടുത്തിരുന്നാലും മതി. പിന്നെ നമുക്ക് വേണ്ടത് തുളസി ഇലയാണ്. അപ്പം ഇവിടെ അമ്മ ഒരു പിടി തുളസി ഇലയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ വേണ്ടത് പൂവൻകുരുന്നിൻ്റെ പൂവും അതിൻ്റെ ഇലയും വേണം. പിന്നെ നമുക്ക് വേണ്ട ഒരു ഇലയെന്ന് പറയുന്നത് കൈതോന്നിയാണ്. കൈതോന്നി നമുക്ക് മുടിക്ക് വളരെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇലയാണ്. കാരണം വെച്ചാൽ മുടി വളരാനും മുടി കൊഴിച്ചിലിനും അതുപോലെ താരൻ്റെ പ്രശ്നം മാറിക്കിട്ടാനും മുടി ധാരാളമായിട്ട് വളരാനും ഉപയോഗിക്കുന്ന ഒരു ഇലയാണ്. ഹെന്ന തയ്യാറാക്കാനും നമ്മൾ ഈ ഒരു ഇല യൂസ് ചെയ്യാറുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് കറ്റാർ വാഴയുടെ ജെല്ലാണ് വേണ്ടത്. നല്ല ഫ്രഷ് ആയിട്ടുള്ള ജെല്ലാണ് എടുത്തിട്ടുള്ളത്. ഇതെന്ന് പറയുന്നത് നല്ല ചുമന്നുള്ളിയും പിന്നെ നെല്ലിക്ക ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ട് അത് മിക്സിയുടെ ജാറിൽ നല്ലതുപോലെ പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്ത് അതൊരു കോട്ടൺ തുണിയിൽ വെച്ച് അതിൻ്റെ ജ്യൂസ് എല്ലാം ഇങ്ങനെ എടുക്കുന്നതാണ്. നമ്മളിങ്ങനെ ചെയ്തെടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബാക്കിയുള്ള ഇലയും പൂക്കളും എല്ലാം കൂടെ നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിലോട്ട് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ജ്യൂസ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ വെള്ളത്തിന് പകരം നമ്മൾ ഈ ജ്യൂസ് ഒഴിച്ചിട്ടാണ് നമ്മളിത് അരച്ചെടുക്കുന്നത്. എണ്ണ കാച്ചിയെടുക്കാൻ വേണ്ടിയിട്ട് അമ്മ ഒരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയാണ് എടുത്തിട്ടുള്ളത്. ഞങ്ങൾ ഈ ഒരു പാത്രത്തിലാണ് നമ്മൾ എണ്ണ കാച്ചിയെടുക്കുന്നത്. അപ്പോൾ നമ്മൾ 2 പൊടി കൂടെ ചേർക്കുന്നുണ്ട്. ഒന്നാമതായിട്ട് ചേർക്കുന്നത് നീലയാമരിയുടെ പൊടിയാണ്. അപ്പോൾ നീലയാമരിയുടെ ഇല ഞങ്ങൾക്ക് കിട്ടാനില്ലാഞ്ഞിട്ടാണ് ഞങ്ങൾ അങ്ങാടിക്കടയിൽ നിന്ന് നീലയാമരിയുടെ പൊടി വാങ്ങിയിട്ട് അതൊരു 2-3 സ്പൂൺ ആണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ മൈലാഞ്ചിയുടെ പൊടിയാണ്. അതും ഏകദേശം ഒരു 2 സ്പൂൺ അളവിലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലോട്ട് നമ്മൾ ഒഴിച്ചു കൊടുത്തത് നേരത്തെ ഇലകളൊക്കെ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒഴിച്ച ജ്യൂസാണ്. അത് ബാക്കി ബാലൻസ് വന്നത് ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ബാക്കി നമ്മൾ അരച്ചെടുത്ത പേസ്റ്റും നമ്മൾ ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം. നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്തതിന് ശേഷം നമ്മളിത് അടുപ്പത്തോട്ട് വെക്കുക. അടുപ്പത്തോട്ട് വെച്ചിട്ട് നന്നായിട്ട് ഇത് ഇളക്കിയെടുക്കുക. നന്നായിട്ട് ഇളക്കി ഇതിനെ കുറുക്കി വറ്റിച്ചെടുക്കണം. അതായത് വെള്ളത്തിൻ്റെ അംശമൊക്കെ ഉണ്ടെങ്കിൽ അത് മാറിക്കിട്ടണം. നന്നായിട്ട് വെള്ളമൊക്കെ വറ്റി വരണം. അതുവരെ നമ്മൾ കൈയെടുക്കാതെ തന്നെ നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഇതിൽ എണ്ണ നമ്മൾ എടുക്കുന്നത് വെളിച്ചെണ്ണയാണ്. നല്ല ഫ്രഷ് ആയിട്ടുള്ള വെളിച്ചെണ്ണ വേണം എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ആട്ടിയ വെളിച്ചെണ്ണ കിട്ടിയില്ല, അതുകൊണ്ട് നമ്മൾ പാക്കറ്റ് മേടിച്ചതാണ്. 1 കിലോയുടെ എണ്ണയാണ് മേടിച്ചിട്ടുള്ളത്. അപ്പോൾ അതാണ് നമ്മൾ 1 കിലോയുടെ വെളിച്ചെണ്ണയാണ് ഞങ്ങൾ ഒഴിച്ചു എടുക്കുന്നത്. പിന്നെ നമുക്ക് ഇതിലോട്ട് വേറൊരു എണ്ണ കൂടെ യൂസ് ചെയ്യുന്നുണ്ട്. അത് നല്ലെണ്ണയാണ്. നല്ലെണ്ണ നമുക്ക് മുടിക്ക് കറുപ്പ് നിറം കിട്ടാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളി ഒരു ഓയിലാണ് നല്ലെണ്ണ. അപ്പോൾ നല്ലെണ്ണ കൂടെയാണ് നമ്മൾ ഇതിലോട്ട് ചേർക്കുന്നത്. ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ വെളിച്ചെണ്ണ നമ്മളിപ്പോൾ 1 കിലോയാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നല്ലെണ്ണ 1/2 കിലോ എടുക്കാൻ പാടുള്ളൂ. അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ എത്രയാണോ ക്വാണ്ടിറ്റിയിൽ വെളിച്ചെണ്ണ എടുക്കുന്നത് അതിൻ്റെ ഹാഫ് വേണം നല്ലെണ്ണ എടുക്കുക. അപ്പോൾ നല്ലെണ്ണ ഇതിൻ്റെ മസ്റ്റാണ്. ഞങ്ങൾ ചെറുപ്പം മുതലേ അമ്മ ഉണ്ടാക്കുമ്പോൾ നല്ലെണ്ണയും വെളിച്ചെണ്ണയും കൂടിയിട്ടാണ് എടുക്കുന്നത്. രണ്ടും ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് പിന്നെ ഇതിലുള്ള ഈ ഒരു ഇലയൊക്കെ ഇത് അരച്ചെടുത്ത് ഈ അരപ്പൊക്കെ ജസ്റ്റ് ഒന്ന് കറുത്ത് വരണം. ആ സമയം വരെ നമ്മളിത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇത് ഇളക്കി കൊടുത്തതിന് ശേഷം ഇത് കുറേ സമയം കഴിയുമ്പോഴത്തേക്ക് ഇത് നന്നായിട്ട് ഇങ്ങനെ പതഞ്ഞ് വരും. പതഞ്ഞ് വന്ന് കണ്ടത് ഇപ്പോൾ ഏകദേശം ഓയിൽ നമുക്ക് റെഡി ആയിട്ടുണ്ട്. ഈ റെഡിയാവുന്ന സമയത്ത് തീ ഓഫ് ചെയ്ത് കൊടുക്കുക. ഓഫ് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ വേറൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കുക. മാറ്റി കൊടുത്തിട്ട് ഇത് നന്നായിട്ട് അരിച്ചെടുക്കുക. ഒരു അരിപ്പയിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു നല്ലൊരു കോട്ടൻ്റെ തുണി വിരിച്ചിട്ടോ അതിലൊഴിച്ചിട്ട് ഇത് നന്നായിട്ട് അരിച്ചെടുക്കുക. അപ്പോൾ ഇതുപോലെ ഞങ്ങളിത് അരച്ച് മാറ്റിയെടുത്ത് വലിയൊരു ബോട്ടിലാക്കിയിട്ടുണ്ട്. ഈ ഒരു ബോട്ടിലാണ് നമ്മൾ എണ്ണ സൂക്ഷിച്ച് വെക്കുന്നത്.
ഈ ഒരു ബോട്ടിൽ ഒഴിച്ച് വെച്ചതിന് ശേഷം ഇതുപോലെ ഒരു ചെറിയൊരു കുഞ്ഞു കുപ്പിയിൽ കൂടെ ഞങ്ങൾ ആക്കി വയ്ക്കും. വീട്ടിലേക്ക് ആവശ്യമുള്ള എണ്ണ നമ്മൾ ഈ ഒരു ബോട്ടിലാണ് സൂക്ഷിക്കുന്നത്. ഇത് തീർന്നതിന് ശേഷം നമ്മൾ കുറേശ്ശെ ആ വലിയ ബോട്ടിൽ നിന്ന് ഒഴിച്ചെടുത്ത് ഇതിലോട്ട് വയ്ക്കും. ഈ ഒരു ഓയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളി റിസൾട്ട് കിട്ടുന്ന ഒരു ഓയിലാണ്, വെറുതെ പറയുന്നതല്ല. ഒരു 3 മാസമെങ്കിലും യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു റിസൾട്ട് തന്നെയായിരിക്കും കിട്ടുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. താങ്ക്